ഞാൻ എല്ലാ സത്യങ്ങളും ഇത് വീഡിയോക്കകത്ത് വിളിച്ച് പറയും. വിളിച്ചു വേണേൽ പള്ളി പോവാം. 6 മണിയായി. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതുപോലെ തന്നെ ഞാൻ രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നു. എന്നിട്ട് രാവിലെ പോകുമ്പോഴേ ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ മോട്ടർ ഇടും. അത് കഴിഞ്ഞ് വിച്ചൂട്ടനെ വിളിച്ചുണർത്തി. 2 ദിവസം കൊണ്ട് പള്ളിയിൽ പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ ആണെങ്കിൽ എനിക്ക് ഏകദേശം 1 മാസത്തോളമായി ഒരു ചെറിയൊരു പനി വന്നതാ. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ശബ്ദം അങ്ങ് മാറി, ഒരു ശ്വാസം മുട്ട് പോലെ, ഒരു തുമ്മലും വെപ്രാളവും ഒക്കെ ആണേ. എത്ര വയ്യായികയാണെങ്കിലും രാവിലെ തന്നെ എണീറ്റ് ഞാൻ മക്കൾക്കുള്ള കാര്യങ്ങൾ ചെയ്യും കേട്ടോ. എല്ലാ സത്യങ്ങളും ഞാൻ എല്ലാ സത്യങ്ങളും ഇത് വീഡിയോക്കകത്ത് വിളിച്ച് പറയും. ദോഷപതിയരാണ് ഗെയ്സ്. ഇതാ എന്റെ ഈ മോനുണ്ടല്ലേ, പറയട്ടെ. അയ്യാ നിക്കറ് മാറും, വെളിയ അശയ കിടക്കുന്ന നിക്കറ്. ഇന്നലെ ഇവിടെ ദോശയും കടലക്കറിയായിരുന്നു കേട്ടോ ഉണ്ടാക്കിയത്. നല്ല കടലക്കറിയായിരുന്നു. അപ്പം രാവിലെ മക്കൾക്കെല്ലാം കൊടുത്ത് വിട്ടപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് അവർക്ക് പരീക്ഷ കഴിഞ്ഞ് വരും. ഇവിടെ ഓണം കഴിഞ്ഞ കേട്ടോ പരീക്ഷ. വന്നതിന് ശേഷം എൻ്റെ അടുത്ത് കിച്ചു പറഞ്ഞു വെച്ച് ദോശ വേണമെന്ന്. ഞാനെടുത്ത് ബാക്കിയുള്ള മാവ് ഫ്രിഡ്ജിലും വെച്ച് കടലക്കറി കുറച്ചേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉച്ചക്കലത്തേക്ക് ഇല്ലായിരുന്നേ. അതിന് വേണ്ടി ചോറ് തിന്നാതെ എത്രയോ മണിക്കൂർ ഇവിടെ പിണങ്ങിയിരുന്നെന്നറിയാമോ. ചോറ് കൊടുത്തപ്പം കൊള്ളത്തില്ല, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാനങ്ങ് പിണങ്ങിയിരുന്ന് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് വടിച്ച് നക്കുന്ന പാത്രം. എനിക്കാണെങ്കിൽ അങ്ങ് ചിരിയും വന്നു. ഇഡലിയും സാമ്പാറും വെക്കാനാണ് കേട്ടോ ഉദ്ദേശിച്ചത്. പക്ഷെ ഇന്നലെ രാത്രിയൊക്കെ താമസിച്ച് വന്നുകൊണ്ട് മലക്കറി കടയൊക്കെ അങ്ങ് അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വെച്ച് ചമ്മന്തിയും ദോശയും കൂടെ കാണാൻ കുറച്ച് ആൾക്കാർ ചോദിക്കും, എന്തിനാ ഇങ്ങനെ എപ്പോഴും വീഡിയോ ഇടുന്നത്, എന്തിനാ വീഡിയോ ചെയ്യുന്നതെന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് വരുമാനം എന്നുള്ളൊരു രണ്ടാമത്തെ കാര്യമാണ്. എനിക്കിതിലായിട്ട് കുറേ നല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. യൂട്യൂബ് ചെയ്യുന്നവരും അതുപോലെ തന്നെ നമ്മളെ വീഡിയോ കാണുന്ന കുറേ നല്ല കൂട്ടുകാരുണ്ട് കേട്ടോ. ഇവരാണെങ്കിൽ 1-2 ദിവസം നമ്മുടെ വീഡിയോ ചിലപ്പോൾ കാണാമായിരിക്കും, കമൻറ്റ് ഇട്ടില്ലെങ്കിൽ 3-ാമത്തെ ദിവസം എനിക്ക് ഭയങ്കര വിഷമം കേട്ടോ. ഇവരെന്താ കമൻറ്റ് ഇടാത്ത, എന്ത് പറ്റി, എന്തായിരിക്കും എന്നുള്ളൊരു വെപ്രാളമാണ്. അങ്ങനെ കുറച്ച് ആൾക്കാർ നമ്മുടെ ഫാമിലിയിലോട്ട് വന്നതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇതൊക്കെ തന്നെ പോരെ. തുമ്പിക്ക് വാരി കൊടുക്കുന്നതിന് കളിയാക്കും കേട്ടോ. ഉമ്മച്ചി അതങ്ങ് കുത്തി കയറ്റി കൊടുക്കാൻ. കഷ്ടം, എൻ്റെ കുഞ്ഞാണെങ്കിൽ രാവിലെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാവിലത്തെ കാപ്പി കഴിക്കാൻ മാത്രമാണ്. അത് ഒരു 7:30-ക്കൊക്കെ കൊടുക്കുന്നോണ്ടാ. ഇക്കായും അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കഴിച്ച് അവൻ കഴിച്ചിട്ടാ കിടന്ന് ഈ വേലത്തരങ്ങൾ മൊത്തവും കാണിക്കുന്നത്. എന്നെ കൊണ്ട് 3 ഒരേ കളർ ബണ്ണുള്ളത് 3 സൈഡിൽ കെട്ടിപ്പിച്ചിട്ട് പോവുകയാണേ. അപ്പോൾ വാപ്പിയും മക്കളും ഒക്കെ അങ്ങ് പോയി. ഇനിയിപ്പോൾ വിച്ചൂട്ടനുണ്ട്. ഇനി അവനുള്ള കാപ്പി എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അതിനിപ്പോൾ ഞാൻ വിചാരിച്ച അരി അങ്ങ് അടുപ്പയിലോട്ട് വെക്കാന്ന്. തിളപ്പിക്കുമ്പോഴത്തേക്കും ഞാനങ്ങ് റൈസ് കുക്കറിലോട്ട് അങ്ങ് മാറ്റുവേ. സത്യം പറഞ്ഞാൽ രാവിലത്തെ കാപ്പിയൊന്നും ഇരുന്ന് കഴിക്കാൻ വേണ്ടിയുള്ള സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ച ജോലിയൊക്കെ അങ്ങ് ഒതുക്കാം. ഉച്ചയ്ക്ക് 12:30 കിച്ചുവും തുമ്പിയും കൂടെ വരും. പിന്നെ ഒന്നും ചെയ്യാൻ ഇവിടെ താമസിക്കത്തില്ല. ഭയങ്കര അടിയാട്ടോ. ഇപ്പം അടി കൂടുതൽ ഭയങ്കര കൂടുതലാണ്. പിന്നെ മീനൊക്കെ എടുത്തങ്ങ് വെള്ളം ഒഴിച്ചങ്ങ് വെച്ചിട്ട് ബാക്കി ജോലി ചെയ്യുമ്പോഴത്തേക്കും മീൻ്റെ ഐസൊക്കെ അങ്ങ് മാറാണെങ്കിൽ അരി കുറച്ചാണ് കേട്ടോ ഇടുന്നത്. ഇന്ന് വ്യാഴാഴ്ച ദിവസം എടുത്തൊരു വീഡിയോ ചെയ്ത്. അപ്പം വ്യാഴാഴ്ച പള്ളിയിൽ കുഞ്ഞുങ്ങൾക്ക് സലാത്തുണ്ട്. അപ്പം പിന്നെ എന്തെങ്കിലും അവർക്ക് 2 പൊതിയും കിട്ടും. ഞങ്ങൾക്ക് ഇത് മതിയല്ലോ. ഞാനാണെങ്കിൽ കുറച്ചും കൂടെ എനിക്ക് ഒന്ന് തൈറോയിഡ് ഉണ്ടെന്ന് എനിക്ക് തോന്നേ. ഇതിന് മുന്നേ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം ഒന്നും കുഴപ്പമില്ലായിരുന്നു. ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ആഹാരം കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നടക്കുന്നില്ല, അത് വേറൊരു കാര്യം. പക്ഷെ എനിക്കങ്ങ് വണ്ണം കൂടി വരുന്നതാണൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വിച്ചു പോയി കുളിച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവൻ ആഹാരമൊക്കെ കൊടുത്തു. ഭയങ്കര വിഷമത്തിൽ തന്നെയാണ്. ഇവൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് കേട്ടോ. ഇവർ 2 ഒരുമിച്ചാണ് പോകുന്നത്. അവൻ ഇന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് വെച്ച് ഉമ്മച്ചി ഇന്ന് നിൽക്കട്ടെ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, വെറുതെ ലീവ് എടുക്കണ്ടെന്ന് പറഞ്ഞ് വിട്ടേ. അതിൻ്റെ ഒരു വിഷമത്തിൽ പോവുകയാണ്. എല്ലാവരും പോയി, ഇനി ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. മക്കളാണെങ്കിൽ 12:30 വരുന്നോണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ വരുമ്പോഴത്തേക്ക് 4 മണിയൊക്കെ കഴിയും. പിന്നെ വെറുതെ ഇരിക്കുമായിരുന്നു ഇതിന് മുന്നേ. ഇപ്പം ഞാൻ വെറുതെ ഇരിക്കുന്നില്ല കേട്ടോ. എനിക്ക് കിട്ടുന്ന സമയത്തെല്ലാം ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും. മറ്റേന്ന് വെച്ചാൽ ഒരു ഷോട്ടൊക്കെ എടുത്തുള്ളായിരുന്നു. ഇപ്പം 2-3 ഷോട്ടൊക്കെ അങ്ങ് ഇടും. കാരണം വെച്ചാൽ എനിക്ക് ഒരു ഉത്സാഹം പോലെ തോന്നുന്നുണ്ട് കേട്ടോ. വീഡിയോ ഒക്കെ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഇടാനും ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ സമയം പോകുന്നു. ഞാനും എന്തോ ഒരു ജോലി ചെയ്യുന്ന കണക്ക് തന്നെ കേട്ടോ എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇന്ന് പുളിമോളാണ് വെക്കുന്നത്. ഇവിടെ ആണെങ്കിൽ 3-4 ആഴ്ച കൊണ്ടേ തേങ്ങാക്കറിയാണ് വെക്കുന്നത്. ആദ്യം ഇക്കാക്ക് പുളിമോളം തന്നെ വേണമായിരുന്നു. തേങ്ങാക്കറി അങ്ങനെ കൂട്ടത്തിലായിരുന്നു. ഏകദേശം ഒരു 2 വർഷത്തിന് മുന്നേ അത് തന്നെയായിരുന്നു ഇവിടെ സിസ്റ്റം. പിന്നീട് തേങ്ങാക്കറി മാത്രം മതി, അങ്ങനെ പുളിമുളം വെക്കാൻ താമസിക്കത്തില്ല. അപ്പം ചില മീനുകൾ നമ്മൾ തേങ്ങാക്കറി വെച്ചാൽ കൊള്ളത്തില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നങ്ങ് പുളിമുളം ആക്കാം. തേങ്ങയൊന്നും തിരുമാൻ എനിക്ക് വയ്യായിരുന്നു. നമ്മളാണെങ്കിൽ 3-4 ദിവസം മുന്നേ മേടിച്ച മീനാട്ടോ. ഇതങ്ങ് ഫ്രീസറിലോട്ട് വെച്ച് എല്ലാ സൈസും മീനും ഉണ്ടേ. പിന്നെ ഹാർബറിൽ നിന്ന് ലേലം വിളിച്ച് മേടിച്ച മീനാണ് 300 രൂപയ്ക്ക്. അപ്പം ഞാൻ ഏകദേശം ഒരു 5 ദിവസം എടുത്തിട്ടുണ്ട്. ഇനി ഒരു 3-4 ദിവസം കൂടെ എടുക്കാനുള്ളതുണ്ടേ.
മൊത്തം അങ്ങ് കൊഴുവാളയായിരുന്നു. എന്നാലും കുഴപ്പമില്ലായിരുന്നു, പൊരിക്കാനും കറി വെക്കാനും ഒക്കെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അപ്പൊ ഇതിനകത്ത് പിന്നെ ഇതാ പൊന്നാരം മീന്, പിന്നെ ഇതാ വേറൊരു സൈസ് മീൻ, എനിക്ക് അറിഞ്ഞൂടാ അതിന്റെ പേര്, പിന്നെ കാരല്, ഇതും ആ സൈസ് മീനാട്ടോ. പിന്നെ കൊഴിയാള, ഈ ഇത്രയും മീനുണ്ട്. ഞാൻ ഇച്ചിരി പുളിയോളം വെക്കാം, എന്നും അങ്ങ് തേങ്ങാക്കറിയല്ലേ വെക്കുന്നത്. പിന്നെ ഇതേ കണക്കിരിക്കുന്ന 2-3 മീനും എടുത്തങ്ങ് പൊരിക്കാന്ന് വിചാരിച്ചേ. ഇനി കണ്ടിച്ച് വൃത്തിയാക്കാം. എനിക്കേ ഇപ്പം മീൻ കണ്ടിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയേക്കുന്ന ഒരു വിഷയം ഇതാട്ടോ. ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാ. 60-70 രൂപ എങ്ങാണ്ടേ ഉള്ളായിരുന്നു. പക്ഷെ ഇത് ഭയങ്കര എളുപ്പമാണ്. ചെതുമ്പലൊക്കെ പോകാൻ നല്ല എളുപ്പമാണ്. പിച്ചാത്തി വേണ്ട, കത്രികയും ഇതും ഉണ്ടെങ്കിൽ എളുപ്പമായിട്ട് മീൻ കണ്ടിക്കാൻ പറ്റുവേ. മീനൊക്കെ കണ്ടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇക്ക വിളിച്ചിട്ട് പറഞ്ഞിടെ പെട്ടെന്ന് ഒരുങ്ങി നമുക്ക് ഒരിടം വരെ പോകണമെന്ന്. കൊല്ലത്ത് പോകണമായിരുന്നു കേട്ടോ. 10 മണിയാകുമ്പോൾ ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞു. ഇപ്പം തന്നെ സമയം 9:30 ഞാൻ എന്തോ ചെയ്തെന്ന് അറിയാവോ, കുറച്ച് മീൻ എടുത്തങ്ങനെ ഫ്രിഡ്ജിലോട്ട് വെച്ച്. ഇനി പൊരിക്കാനൊന്നും സമയമില്ല, ഇനി കുളിച്ചൊക്കെ എപ്പോഴാണ് പോകണ്ടേ, ബാക്കി ജോലി അത്രയും കിടക്കുവാണേ. പിന്നെ നമ്മുടെ വീഡിയോ ആരൊക്കെ കാണുന്നു, എവിടുന്നൊക്കെയാ കാണുന്നതെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ. അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഏത് ജില്ലയിലൊക്കെ ഉള്ളവർ കാണുന്നതെന്ന് അറിയാൻ വേണ്ടി. എപ്പോഴും പറയും ഞാൻ മീൻ കണ്ടിച്ച് കഴുകി കഴിഞ്ഞാൽ ആ മീൻ്റെ മുള്ളു മാത്രമേ കിട്ടത്തോളന്ന്. ഞാനാണെങ്കിൽ ഒരവി അങ്ങ് കഴുകി അത് വെളുപ്പിക്കണം മീൻ. പിന്നെ അതിൻ്റെ തൊലി മാംസമൊക്കെ അങ്ങ് ഉരിഞ്ഞു പോകും. അതുകൊണ്ട് വീട്ടിൽ എന്നെ മീൻ കണ്ടിക്കാൻ ഏൽപ്പിക്കത്തില്ലായിരുന്നു. അനിയത്തിയായിരുന്നു കേട്ടോ മീൻ കണ്ടിക്കുന്നത്. പിന്നെ ആദ്യം ഒരു പിച്ചാത്തി എടുത്തപ്പം അത് മണ്ടൻ പിച്ചാത്തിയായി പോയി. എന്തോന്നറിയാൻ വയ്യ, നല്ല മൂർച്ചയുള്ള പിച്ചാത്തിയായിരുന്നു. അത് കുറേ നാൾ ഉപയോഗിക്കാതിരുന്നുകൊണ്ട് മൂർച്ചയൊന്നുമില്ലായിരുന്നു. പിന്നെ പോയി എൻ്റെ ഫേവറേറ്റ് പിച്ചാത്തി എടുത്തുകൊണ്ട് വന്ന് കറി അങ്ങ് പെട്ടെന്ന് കലക്കി കൂട്ടി അങ്ങ് അടുപ്പയിലോട്ട് അങ്ങ് ആക്കി. വാളംപുളിയും കുരുമുളകും ഇട്ട് പണ്ട് എൻ്റെ ഉമ്മ ഇങ്ങനെ കേട്ടോ കറിയൊക്കെ വെക്കുന്നത്. മുളകും മല്ലിയും ചൂടാക്കി, അതായത് ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊന്നും വഴട്ടത്തില്ല, പകരം ചുള്ളി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ ഇത് ഇത്രയൊന്നും മൂപ്പിച്ചെടുത്ത് അത് തണുക്കുമ്പോഴത്തേക്കും അരച്ചെടുത്തങ്ങ് ഒഴിക്കും. ഈ കറി നല്ല കുറുകിയ ചാറോട് ഇരിക്കും കേട്ടോ. ഇതാണെങ്കിൽ വറ്റിച്ച് വെക്കാനാണ് ഏറ്റവും നല്ലത്. മീൻകറി തിളയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് തുണിയൊക്കെ അങ്ങ് കഴുകിയിടാന്ന്. ഞാനാണെങ്കിൽ ഓരോ ജോലി ചെയ്യുമ്പോഴത്തേക്ക് ഇന്ന സമയം വെക്കും. അതായത് 10 മിനിറ്റിനുള്ളിൽ ഇത് ഞാൻ ചെയ്ത് തീർക്കും എന്നുള്ളൊരു ഇതിലാട്ടോ ഞാൻ എപ്പോഴും ചെയ്യുന്നത്. അതായത് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇന്ന സമയത്ത് എൻ്റെ ജോലി ഒതുക്കണമെന്ന് വെച്ചാൽ അതിനുള്ളിൽ തന്നെ ഞാൻ ഒതുക്കി തീർക്കും. എന്നിട്ട് കുറച്ച് നേരം ഇരിക്കും. 10 മണിയാവാൻ ഇനി ഏകദേശം മിനിറ്റുകളെ ബാക്കിയുള്ളൂ. പിന്നെ എൻ്റെ കെട്ടിയവനാണെങ്കിൽ കൃത്യസമയത്ത് വരത്തില്ല എന്നുള്ള എനിക്കൊരു വിശ്വാസമുണ്ട് കേട്ടോ. 10 മണി പറയുന്നിടത്ത് ഉച്ചയ്ക്ക് 12 മണിയാവും. ചിലപ്പം 10 മണി പറയുന്നിടത്ത് 8:30 കയറി വരും. അങ്ങനെയാണ്. മഴയൊക്കെ മാറി ഇപ്പം നല്ല വെയിലാണ്, വെളിയിലോട്ട് ഇറങ്ങാനേ പറ്റത്തില്ല. അപ്പം കൊല്ലത്തോട്ടൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും ഞാനങ്ങ് കുഴയും. പിന്നെ വന്നിട്ട് ഒന്നും ചെയ്യാൻ തോന്നത്തില്ലേ, ഒന്ന് കിടക്കണമെന്നുള്ള ചിന്തയൊക്കെ വരും. അങ്ങനെ ഞാൻ വിചാരിച്ച അകവും പെരയൊക്കെ അങ്ങ് ഒതുക്കാന്ന്. മിറ്റമാണെങ്കിൽ ഞാൻ 1-2 കൂടുമ്പോഴേ തൂക്കത്തോളൂ. തൂത്തിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞാലും ഇത് തന്നെയാണ് കേട്ടോ അവസ്ഥ. പക്ഷെ നമ്മൾ നല്ല വെയിലത്ത് നിന്നൊക്കെ പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് ഈ വീടിനകത്ത് നല്ല തണുപ്പാണേ. ആ മുറ്റത്തൊക്കെ നല്ലതാണ് ഞങ്ങളുടെ വീട്, ചുറ്റും മരങ്ങളാൽ നിർമ്മിക്കപ്പെട്ട വീട്. കറിയൊക്കെ ഇപ്പം ഏകദേശം വെന്ത് കാണും കേട്ടോ. ഞാൻ പിന്നെ പോയി അടുക്കളയൊക്കെ അങ്ങ് ഒതുക്കി. ഞാൻ വിചാരിച്ചു ഒന്നും കൂടെ ഒന്ന് പറ്റട്ടെന്ന് വിചാരിച്ച്. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറി സെറ്റായിട്ടുണ്ടേ. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇളക്കത്തില്ല, അത് അങ്ങനെ തന്നെ അങ്ങ് അടച്ചു വെക്കും. ഒരു മണിക്കൂറൊക്കെ ഇങ്ങനെ ഇരിക്കണേ, കുടംപുളിയുടെയൊക്കെ ആ ചാറൊക്കെ ഒന്ന് ഇറങ്ങി വരണം. പിന്നെ പോയി ഞാൻ കുളിച്ച് റെഡിയാവാൻ വേണ്ടി നിന്ന്. മീൻകറിയൊക്കെ നന്നായിട്ട് പറ്റിയിരിപ്പുണ്ടേ, എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ തന്നെ ഇരിക്കണം. ഞാൻ പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അരയ്ക്കാൻ നേരം. ഇപ്പം ഞങ്ങൾക്കാണെങ്കിൽ ഒന്ന് കൊല്ലം വരെ പോകണം. പോയിട്ടൊക്കെ വന്നിട്ടൊക്കെ ചോറ് കഴിക്കുന്നുള്ളൂ. ഇപ്പം സമയം 10 മണി കഴിഞ്ഞതേ ഉള്ളേ. അപ്പം ഇത് ഇരുന്ന് ഇതിൻ്റെ സത്തൊക്കെ ഇറങ്ങണം. നമ്മൾ ആ വടക്കം പുളിയും കുരുമുളകും ഉപ്പും പുളിയും എല്ലാം അത് പിടിച്ചിരുമ്പോൾ അടിപൊളിയായിരിക്കും. സമയമില്ല. എൻ്റെ അടുത്ത് മീൻ കണ്ടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പറഞ്ഞത് കേട്ടോ, പെട്ടെന്ന് ഓരോരുത്തരെ പോകണമെന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് മീനെടുത്ത് കണ്ടിച്ച് കറി മാത്രമേ വെച്ചോളേ, ബാക്കി ഒന്നിനും സമയമില്ലായിരുന്നു. ഒരുവിധം ജോലിയൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ മുളകും പുളിക്ക് പുളിയുമോളാന്ന് കേട്ടോ പറയുന്നത്. ഇത് ഇന്ന് ഇങ്ങനെ വെച്ചിട്ട് നാളെ ദോശയുടെ ഒക്കെ കഴിക്കാൻ ഭയങ്കര രുചിയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മണി 10:30 ഇക്ക വന്നില്ല. ഞാൻ വിചാരിച്ച് കുറച്ചിരുന്ന തുണിയൊക്കെ അങ്ങ് നൂത്തിടാന്ന്. എനിക്കാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വീഡിയോ എടുക്കാൻ പറ്റുന്നത്. എപ്പോഴും അങ്ങ് പുറത്തു പോയുള്ള വീഡിയോ ഒന്നും പറ്റത്തില്ല. പാചകവും നമ്മുടെ ഡേ ഇൻ മൈ ലൈഫും ഡെയിലി വ്ളോഗും ഒക്കെയാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ മറക്കാതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടുതൽ ലൈക്കും കൂടെ ഒന്ന് ചെയ്യണേ. അങ്ങനെ അരിയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. ഞാൻ പോയിട്ട് വന്ന് ഊറ്റാന്ന് പറഞ്ഞിരുന്ന. ആദ്യം കുറേ തോനെ ഉപ്പെടുത്ത് പിന്നെ കുറച്ച് അരിയിലിട്ടോളെന്ന് പറഞ്ഞ് ഉപ്പ് കുറച്ചങ്ങ് മാറ്റി. ഇതാ എൻ്റെ കൈ നന്നായിട്ട് വെള്ളം വീണിട്ടുണ്ടായിരുന്നേ. അന്നേരം ചെറിയൊരു നീറ്റലേ ഉള്ളായിരുന്നെങ്കിലും പിന്നീട് അവിടെ അങ്ങ് നന്നായിട്ട് കറുത്ത് നല്ല വേദന ഉണ്ടായിരുന്നു. ഒരു കുറേ നേരം ഞാൻ വെള്ളത്തിലോട്ട് മുക്കി കൈ അങ്ങ് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു.
നല്ല അടലൊക്കെ ഇത് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര വേദനയായിരിക്കും. അപ്പോഴത്തേക്ക് ഇക്ക വന്ന് ഞാൻ പെട്ടെന്ന് ഒരുങ്ങി. ഞാൻ മുടിയാണെങ്കിൽ പിന്നെ ഇട്ടിട്ടുണ്ട്. എൻ്റെ മുടിക്ക് അധികം കട്ടിയില്ല കേട്ടോ, പക്ഷേ എത്ര വെട്ടിയിട്ടാലും പെട്ടെന്ന് കീറി കിളിക്കും, നീളം വെക്കും. അങ്ങനെ എന്നെ കളിയാക്കി കേട്ടോ, കോഴിവാല് കണക്ക് കിടക്കുന്നു. 12:45 ഞങ്ങൾക്ക് തിരിച്ചു വരണേ. മക്കൾ വരുന്നതിന് മുന്നേ എങ്കിൽ ഞങ്ങൾ പോയിട്ട് വരാവേ. വീഡിയോ ഇഷ്ടമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.